ഇന്ന് എന്നോടൊപ്പം ഉള്ളത് തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആരുടെ മുഖത്ത് നോക്കിയും എന്തും തുറന്നു പറയാൻ കെൽപ്പുള്ള ഒരാളാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? വൈ നിങ്ങൾ ഷിംജിതയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു? ഞാൻ ഷിംജിതനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണോ, അങ്ങനെയാണോ ഫീൽ ചെയ്തത്? ഓഫ് കോഴ്സ് ഓൾമോസ്റ്റ് ഉള്ള എല്ലാവർക്കും അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ആണല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. ശകലകലാവല്ലഭൻ പക്ഷെ വകനിരിവ് വട്ടപൂജ്യം. അതിനെ ഞാൻ തിരുത്തി പറഞ്ഞല്ലോ. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ ഷിംജിതയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോ നാളെ വീണ്ടും ഒരു ഷിംജിത വളരാനുള്ള സാഹചര്യമല്ലോ. നിങ്ങളോടും പോത്തിനോടും വേറെ ഓതിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ബസ്സിൽ കയറിയിട്ട് അറിയാണ്ടെങ്ങാനും ആരെങ്കിലും തട്ടിയാല് ഉടനെ വീഡിയോ എടുത്തിട്ട് അവരുടെ ജീവിതം അറിയാണ്ട് തട്ടിയാൽ വളരെ മര്യാദയ്ക്ക് പറയാൻ ക്ഷമിക്കുക, സോറി എന്ന് പറയാൻ രണ്ട് വാക്കുണ്ട്. അത് പറയാൻ പറ്റാത്ത ആളുകൾ മനഃപൂർവ്വം തന്നെ തട്ടുന്നതായിരിക്കും. അപ്പൊ അവരിങ്ങനൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. തോന്നിയ ഒറ്റ ഒരാള് ഐശ്വര്യായിരിക്കും. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പറയുന്ന ഷിംജിതയ്ക്ക് 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾ, ടീനേജ് ആയത് ഒരു ഐശ്വര്യ തന്നെ പറഞ്ഞല്ലോ ഷിംജിതയ്ക്ക് 2 കുട്ടികൾ ഉണ്ടെന്ന്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ആ കുട്ടികളുടെ ഒന്നും ഇമോഷൻ പ്രശ്നമല്ല. മരണം കഴിഞ്ഞിട്ട് അമ്മേന്റെ ഫേസ് എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമാര് കരയുന്നത്. ഇത്ര പബ്ലിസിറ്റി കൊടുത്ത്, ഇത്ര റൊമാൻറ്റിസൈസ് ചെയ്ത്, ഇത്ര ഗ്ലോറിഫൈ ചെയ്തൊരു സ്പേസ്. 2 കൊച്ചു കുട്ടികള്, അത് ടീനേജ് ടൈമിലോ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള കുട്ടികൾ വളർന്നു തരുമ്പോൾ അതിന്റെ അമ്മ ജയിലിൽ കിടന്ന് അവർക്കുണ്ടാവുന്ന അവർ ആലോചിക്കണമായിരുന്നു ഇവർ പറയും. ഞാൻ പറയും ദീപക്കും ആലോചിക്കണമായിരുന്നു, കെയർഫുൾ ആയിരിക്കണമെന്ന്. കോയിന്നുംകുട്ടി നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? ദീപക് ഷുഡിന്റ് ലൈക്ക് നോ, അയാളെ കൺട്രോൾ ചെയ്യണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകളുണ്ട്, അല്ലെ അവരെ തട്ടി സോറി പറയാനുള്ള അയാൾ പാളി നോക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ കണ്ട ഒരു മനുഷ്യൻ പോലും നിങ്ങൾ സംസാരിച്ച ഒരു മനുഷ്യനും ചിലപ്പോൾ പറഞ്ഞു കാണത്തില്ല. ഞാൻ സംസാരിച്ച 100 കണക്കിന് ആൾക്കാർ അത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഫേസ്ബുക്കിൽ മെസ്സേജോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നന്ദി പറഞ്ഞു. പുതുതായിട്ടുണ്ടാക്കിയ ഒരു കാര്യമോ ദീപകിനെ മനഃപൂർവ്വം തേജോവധം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. മനഃപൂർവ്വം ഒരാൾ റിമാൻഡ് ചെയ്യപ്പെട്ടു, അയാൾ അതിന്റെ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. ഞാൻ അതിനെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞോ ഗവൺമെന്റ് ചെയ്തത് തെറ്റാണ്, ശ്രീ ഷിംജിതനെ മോചിപ്പിക്കണമെന്ന്? പൊളിറ്റിക്കലി ഭയങ്കര റിബലായിട്ട് ജീവിക്കുന്ന ഫാമിലിയല്ല. ആ ഫാമിലിക്ക് അവരെ കുറിച്ച് നല്ലത് പറയാനുണ്ടെങ്കിൽ, അവരുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അവരെ കുറിച്ച് നല്ലത് പറയാനുണ്ടെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് വളരെ ഹൈപ്പർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ. എല്ലാത്തിനും ഉണ്ടാവും റീസൺ. ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളെ എന്തായാലും ഈ സമൂഹത്തിന് മൊത്തത്തിൽ ഡീൽ ചെയ്യാനുള്ള ഒരു സ്പേസ് ഒന്നും ഇല്ല. അത് എനിക്ക് നന്നായിട്ട് അറിയാം, എന്റെ കുഞ്ഞിന് നന്നായിട്ട്. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നല്ലത് പറയുന്ന കുട്ടി എപ്പോഴും നല്ലതായിരിക്കണം എന്നൊന്നുമില്ലല്ലോ. ദീപക് ചെയ്തിട്ടില്ലെന്ന് ഇത്ര ഉറപ്പിച്ച ആൾക്കാർക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? അത് പറയുന്നതിൽ പകുതി ശതമാനം ആൾക്കാർ ഇതേ ഞരമ്പന്മാരാണ്. ഞാൻ വടി കൊടുത്ത് അടി മേടിച്ചിട്ട് നിനക്ക് ഉറക്കം വരില്ലല്ലേ?